കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ സംസ്കൃത പഠനം ആരംഭിച്ചിട്ട് അക്ഷരങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസ്കൃത പദങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് പേര് എനിക്ക് കമന്റ് ചെയ്തിരുന്നു, വേർഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് അധികമായി പോയി, കുറച്ചായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരുന്നു എന്ന് കുറച്ച് കമന്റ്സ് കിട്ടി. അതുപോലെ സ്ക്രീനിൽ കാണിച്ച അക്ഷരങ്ങൾ കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു എന്നുള്ള കമന്റ്സും കിട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പുതിയ കുറച്ച് പദങ്ങൾ, സ്വരാക്ഷരങ്ങൾ മാത്രമേ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ, അത് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമുക്ക് പുതിയ കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം. സംസ്കൃത പദങ്ങൾ, പദസൂചി ആ തൊട്ട് ആ അഹ വരെയുള്ളത്. പദസൂചി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് വേർഡ്സ് എന്നുള്ള അർത്ഥമാണ്. സംസ്കൃത വാക്കാണ് പദസൂചി. അപ്പം നമുക്ക് സ്വരാക്ഷരങ്ങൾ മാത്രം, സംസ്കൃതത്തിലെ സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകൾ നമുക്ക് പുതിയ പദങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി ആ വെച്ചിട്ട് അജഹ. അജഹ അതിന്റെ അർത്ഥം ആട് എന്നാണ് അർത്ഥം. അജഹ ആട്. അടുത്തത് ആപണഹ. ആപണഹ അർത്ഥം കട ഷോപ്പ് എന്നുള്ള അർത്ഥം. അടുത്തത് ഇന്ദ്രധനുഹു. ഇന്ദ്രധനുഹു അതിന്റെ അർത്ഥം മഴവില്ല്, റെയിൻബോ. അപ്പൊ ഈ വാക്ക് എഴുതുന്ന ഇച്ചിരി വലിയ വാക്കാണ്. ഇതിൽ നമുക്ക് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പഠിപ്പിച്ച രായുടെ രൂപം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ദായുടെ അടിയിൽ ഈ ചരിച്ച വര ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇന്ദ്രധനുഹു രാ വരുന്നത് കൊണ്ടാണ് രായുടെ ശബ്ദം വരുന്നുണ്ട് അവിടെ. അപ്പൊ അതാണ് ഈ ചരിച്ച വരയിട്ടിരിക്കുന്നത്. ഇന്ദ്രധനുഹു മഴവില്ല്. അടുത്തതായി ഈക്ഷണഃ. ഈക്ഷണഃ അതായത് നോട്ടം എന്നാണ് അതിന്റെ അർത്ഥം, ലുക്ക്. ഈക്ഷണഃ നോട്ടം. ഉദരധിഹി. ഉദരധിഹി സമുദ്രം എന്നുള്ള അർത്ഥം, ഓഷ്യൻ. ഉദരധിഹി. അടുത്തതായി ഊർമിഹി. ഊർമിഹി വേവ് അല്ലെങ്കിൽ തിരമാല. തിരമാല എന്നുള്ള അർത്ഥമാണ് ഊർമിഹി. ഇവിടെയും രായുടെ വന്നിട്ടുണ്ട്. രായുടെ ചിഹ്നമാണ് ഈ വളച്ച്. നമ്മൾ ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടത്. രാ വരുന്നത് കൊണ്ടാണ് ഈ ചിഹ്നം ഇവിടെ വന്നത്. ഊർമിഹി. രാ ആദ്യമായി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രയോഗം ഇവിടെ വരുന്നതാണ് ഈ വളഞ്ഞ ചിഹ്നമായിട്ട് ഇട്ടിരിക്കുന്നത്. ഊർമിഹി തിരമാല. അടുത്ത് വെച്ചിട്ട് അത് ഇറിന്റെ രണ്ട് രൂപമുണ്ട്. അതിൽ ഫസ്റ്റ് ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നത് ഹ്രസ്വരൂപമാണ്. ഋതുഹു കാലാവസ്ഥ, സീസൺ എന്നുള്ള അർത്ഥം. അടുത്തത് റിന്റെ ദീർഘരൂപമാണ്. റ് ആണ്. മാതൃണാം. മാതൃണാം അതിന് പ്രത്യേകിച്ച് അർത്ഥം പറയാനായിട്ടില്ല. അത് നമ്മള്
അമ്മയുടെ പേരിനോട് ചേർന്ന് നമ്മൾ സംസ്കൃതത്തിൽ പേര് പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പറയുന്നതാണ് മാതൃണാം. ഇതിന് അർത്ഥം ആയിട്ട് പറയാനായിട്ടില്ല. അടുത്തത് എ ആണ്. അതായത് ദീർഘരൂപേ ഉള്ളൂ. മലയാളത്തിലെ പോലെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ പോലെ 2 രൂപങ്ങളില്ല. സംസ്കൃതത്തിൽ എ ഉള്ളൂ. ഏല, അതായത് ഏലക്ക, കാർഡമം. ഐക്യം, യൂണിറ്റി എന്നുള്ള അർത്ഥം. അടുത്തത് ഓതുഹു, പൂച്ച, കാറ്റ്. പൂച്ചയ്ക്ക് നമുക്ക് സംസ്കൃതത്തിൽ വേറെയും വേർഡ് ഉണ്ട്, മാർജാരഹ. അപ്പൊ ഇത് 2-3 വേർഡ്സ് വരുന്നതിൽ ഒരെണ്ണമാണ് ഇവിടെ ഓ വെച്ചിട്ട് ഓതുഹു, പൂച്ച. അടുത്തത് ഔപമ്യഃ, സാമ്യം, സിമിലാരിറ്റി, അതാണ് അർത്ഥം. അംശം, അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പോർഷൻ, ഇതിന്റെ ഒരു പോർഷൻ എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് അതിന് വരുന്നത്. അംശഃ. അടുത്ത അവസാനം, സ്വരാക്ഷരത്തിൽ അവസാനം ബാലഹ, ആൺകുട്ടി എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുന്നത് ബാലഹ. ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പദങ്ങൾ ഇതിൽ വരുന്നത്. അടുത്തതായി നമുക്ക് ഇന്ന് കുറച്ച് ആചാര്യ മര്യാദകൾ നമ്മൾ സംസ്കൃതത്തില് എങ്ങനെയാണ് അതിന്റെ പദങ്ങൾ എങ്ങനെയാണ് അത് വരുന്നത്, അത് നമുക്കിവിടെ നോക്കാം. ആചാര്യ മര്യാദകൾ എന്നുള്ളതിന്റെ സംസ്കൃത വാക്ക് എന്ന് പറയുന്നത് ശിഷ്ടാചാരാഹ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പൊ അതില് നമുക്ക് മലയാളത്തിൽ ഒരു ആചാര്യ മര്യാദ വരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംസ്കൃത വേർഡുകൾ, അങ്ങനെ കുറച്ച് പദങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് സുപ്രഭാതം അഥവാ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയുന്നതിന് ഉള്ള അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംസ്കൃത വേർഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സുപ്രഭാതം എന്ന് തന്നെയാണ് പറയുന്നത്. അത് എഴുതുന്നത് ഇവിടെ ഞാൻ ദേവനാഗരി ലിപിയിലാണ് എഴുതി കാണിച്ചിരിക്കുന്നത്, സുപ്രഭാതം. അപ്പൊ ഇവിടെ ആ പറഞ്ഞ മായുടെ താഴെ ഈ ചിഹ്നം ഇടണം, ഹൽ ചിഹ്നം ഇട്ടാണ് എഴുതിയിരിക്കുന്നത്, സുപ്രഭാതം. അടുത്തതായി നമ്മൾ ഹലോ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹരി ഓം. അത് ശരിക്കും എഴുതുന്നത് ഹരിഹി ഓം എന്നാണ്. ഈ ഒരു വിസർഗം അവിടെ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുമ്പോ ഹരി ഓം എന്ന് തന്നെ ചേർത്ത് പറയും, ഹരിഹി ഓം എന്നാണ് എഴുതുന്നത്. അടുത്തതായി ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് നമസ്കാരം എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വേർഡ് നമസ്തേ എന്ന് പറയാം, അല്ലെങ്കിൽ നമസ്കാരഃ ഇങ്ങനെ പറയാം. അടുത്ത ഇപ്പൊ നമ്മൾ നന്ദി, താങ്ക് യു പറയാണ്. താങ്ക് യു പറയുന്നതിന് സംസ്കൃത വേർഡ് ധന്യവാദഃ ഇങ്ങനെ പറയാം. അടുത്ത് വെൽക്കം ചെയ്യുന്നു, അതിന് സ്വാഗതം എന്ന് പറയുന്നത് സെയിം വേർഡ് തന്നെയാണ്. അത് നമ്മൾ ദേവനാഗരി ലിപിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. മലയാളത്തിലെ അതേ വേർഡ് തന്നെ സ്വാഗതം എന്ന് തന്നെയാണ് സംസ്കൃതത്തിലും പറയുന്നത്. അടുത്തതായി സർ എന്ന് നമ്മൾ ഒരാളെ അഡ്രസ് ചെയ്യുന്നു, അതിന് സംസ്കൃതത്തിൽ പറയുന്ന വേർഡ് ശ്രീമൻ. അടുത്തത് മാഡം, ലേഡി ആണെങ്കിൽ മാഡം എന്ന് നമ്മൾ വിളിക്കും, അഡ്രസ് ചെയ്യും. അപ്പൊ അത് ആര്യ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഇവിടെയും ആ രായുടെ ചിഹ്നമാണ് ഈ വളച്ച് കാണിച്ചിരിക്കുന്നത്, ആര്യ. അടുത്തത് നമ്മൾ ഒരാളുടെ അടുത്ത് ക്ഷമിച്ചാലും എന്ന് മലയാളത്തിൽ പറയുന്നതിന് സംസ്കൃതത്തിലെ ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ് ക്ഷമ്യതാം. ഇത് ക്ഷായാണ്, ക്ഷമ്യതാം. അടുത്തത് ദയവായി,
ദയവായി ഇങ്ങനെ ചെയ്താൽ, അങ്ങനെ പറയുന്നതിന് ദയവായി എന്ന് ഉള്ളതിന്റെ സംസ്കൃത വേർഡ് കൃപയ. കൃപയ. വീണ്ടും കാണാം. ഒരാളെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കാണാമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ അതിന്റെ സംസ്കൃതത്തിൽ പറയുന്നത് പുനർമിലാമഹ. പുനർമിലാമഹ. ഇത്രയാണ് കുറച്ച് ആചാര്യ മര്യാദകള്. സംസ്കൃതത്തിൽ അതിന് ഉപയോഗിക്കുന്ന വേർഡുകൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ ഇതോടെ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാവും. ഹരി ഓം. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. കായേന വാചാ മനസേന്ദ്രൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസ്കൃത അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംസ്കൃത അക്ഷരങ്ങൾ പരിചയപ്പെട്ടു. ഇനി വരുന്ന ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പദങ്ങൾ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇതുവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സന്ദർശിക്കാത്തവര്, പുതുതായി സന്ദർശിക്കുന്നവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.